ആ സന്ധ്യയ്ക്ക് വിവരിക്കാനാവാത്ത ഒരു ഭാരമുണ്ടായിരുന്നു. നഗരത്തിലെ ആകാശത്ത് കറുത്ത മേഘങ്ങൾ കനുത്ത് വിങ്ങി നിൽക്കുന്നു. വെളിച്ചം പതുക്കെ മങ്ങിക്കൊണ്ടിരുന്നു. എങ്കിലും ആ ഇരുട്ട് ഒരു പ്രത്യേക തണുപ്പുണ്ടായിരുന്നു. നഗരത്തിലെ തിരക്കേറിയ തെരുവോരത്ത് ആഡംബര കാറുകളുടെയും വിളക്കുകളുടെയും പ്രകാശത്തിന് മങ്ങലേൽപ്പിക്കും വിധം കീറിപ്പറഞ്ഞ ഒരു വെള്ള സാരിയെടുത്ത് ഗൗരി നിന്നിരുന്നു. കാറ്റ് അതിശക്തമായി വീശിക്കൊണ്ടിരുന്നു. ഓരോ തവണ കാറ്റ് അടിക്കുമ്പോഴും ആ തണുപ്പ് അവളുടെ മെലിഞ്ഞുണങ്ങിയ ശരീരത്തിലേക്ക് തുളച്ചു കയറി. അസ്ഥികളെ പോലും വിറപ്പിക്കുന്ന ആ തണുപ്പിനേക്കാൾ വലിയൊരു വേദന അവളുടെ ഉള്ളിൽ പടരുന്നുണ്ടായിരുന്നു. അത് വിശപ്പിന്റെ തീയായിരുന്നു. ഗൗരിയുടെ കണ്ണുകളിലെ വെളിച്ചം എന്നോ അണഞ്ഞു പോയിരിക്കുന്നു. ഒരു കാലത്ത് സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ ആ കണ്ണുകളിൽ ഇന്ന് കേവലം ശൂന്യത മാത്രം. മുഖം വാടിക്കരിഞ്ഞു, വിളറി വെളുത്തിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസമായി അവളുടെ വയറ്റിൽ ഒരു തരി അന്നം പോലും ചെന്നിട്ടില്ല. ദാഹം സഹിക്കവയ്യാതെ വഴിയരികിലെ പൈപ്പുകളിൽ നിന്ന് വെള്ളം കുടിച്ച് വിശപ്പടക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും ശരീരം ഇപ്പോൾ പൂർണ്ണമായും തളർന്നു തുടങ്ങിയിരിക്കുന്നു. ഓരോ ചുവട് വെക്കുമ്പോഴും തല കറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. റോഡരികിലെ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ചാരി നിന്ന് അവൾ ദയനീയമായി ചുറ്റും നോക്കി. ആ തളർച്ചയ്ക്കരികിലും ഗൗരിയുടെ മനസ്സ് പഴയ കാലത്തേക്ക് ഒരു മിന്നൽ വേഗത്തിൽ പാഞ്ഞുപോയി. ഓർമ്മകൾ ഒരു പുഴ പോലെ അവളുടെ ഉള്ളിൽ ഒഴുകി. ഒരു കാലത്ത് ഈ നഗരത്തിന്റെ തന്നെ മറ്റൊരു കോണിലെ ഒരു കൊച്ചു വീട്ടിൽ അവൾ ഒരു രാജ്ഞിയെ പോലെയായിരുന്നു വാണിരുന്നത്. അതൊരു വലിയ കൊട്ടാരമായിരുന്നില്ല, പക്ഷെ സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരിടമായിരുന്നു. നേരം വെളുക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് അവൾ ഉണ്ടാക്കുന്ന ചൂടുള്ള റൊട്ടിയുടെ മണം ആ വീടിന്റെ അതിരുകൾ കടന്ന് അയൽപ്പക്കമാകെ പടരുമായിരുന്നു. ഗൗരി, നിന്റെ കൈപുണ്യം ഒന്ന് വേറെ തന്നെയാണ് എന്ന് പറഞ്ഞ് ആർത്തിയോടെ ഭക്ഷണം കഴിച്ചിരുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങി നിന്ന് റൊട്ടിക്കായി വാശി പിടിച്ചിരുന്ന തന്റെ പിഞ്ചു കുഞ്ഞ്, ആ ചിരിയും സന്തോഷവും നിറഞ്ഞ നാളുകൾ ഇന്ന് വെറും ഒരു സ്വപ്നം പോലെ അവൾക്ക് തോന്നി. വിധിയുടെ വിളയാട്ടം എത്ര ക്രൂരമായിരുന്നു. ഒരു രാത്രിയിലെ അപ്രതീക്ഷിതമായ ദുരന്തം അവളുടെ സർവസ്വവും കവർന്നെടുത്തു. ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും മരണം അവളെ തനിച്ചാക്കി എന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ ഭദ്രതയും ഇല്ലാതാക്കി. താങ്ങായി നിൽക്കുമെന്ന് കരുതിയ ബന്ധുക്കളും സുഹൃത്തുക്കളും അവളുടെ കഷ്ടപ്പാടുകൾ കണ്ടപ്പോൾ മുഖം തിരിച്ചു. സ്നേഹത്തിന്റെ മുഖംമൂടി അണിഞ്ഞവർ ഓരോരുത്തരായി അവളെ കൈവിട്ടു. വീടും സമ്പാദ്യവും നഷ്ടപ്പെട്ട് ഒടുവിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. രാജകീയമായി വാണിരുന്ന മണ്ണിൽ ഇന്ന് അവൾ വെറും ഒരു ഭിക്ഷക്കാരിയെ പോലെ ആരും ശ്രദ്ധിക്കാത്ത ഒരു നിഴലായി മാറി നിൽക്കുന്നു. കാലം വരുത്തിയ ഈ മാറ്റം അവളെ അത്ഭുതപ്പെടുത്തുകയും ഒപ്പം തളർത്തുകയും ചെയ്തു. റോഡിലൂടെ ഒഴുകി നീങ്ങുന്ന തിരക്കിനിടയിൽ അവൾ ഓരോരുത്തരും കൈകൂപ്പി കെഞ്ചി, ചേട്ടാ, ഒരു റൊട്ടി തരാമോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. പക്ഷെ ആ നഗരത്തിന്റെ വേഗതയ്ക്ക് അവളുടെ ശബ്ദം കേൾക്കാൻ നേരമില്ലായിരുന്നു. പലരും അവളെ കണ്ടില്ലെന്ന് നടിച്ചു നടന്നു നീങ്ങി. ചിലർ അവജ്ഞയോടെ അവളെ നോക്കി തള്ളിയിട്ടു. ജോലി ചെയ്ത് ജീവിച്ചൂടെ, എന്തിനാ ഇങ്ങനെ തെരുവിലിറങ്ങുന്നത് എന്ന് പരിഹസിച്ചവർ അവളുടെ ഉള്ളിൽ തളർച്ചയോ ജോലി ചെയ്യാനുള്ള ആരോഗ്യം പോലും അവൾക്കില്ലെന്ന വസ്തുതയോ കണ്ടില്ല. മനുഷ്യത്വം എന്നത് വെറും ഒരു വാക്കിൽ ഒതുങ്ങുന്ന ഒന്നായി ആ തെരുവിൽ മരിച്ചുപോയതുപോലെ അവൾക്ക് തോന്നി. ഭക്ഷണത്തിന്റെ മണം ദൂരെ നിന്നും ഒഴുകി വരുമ്പോൾ അവളുടെ വയറ്റിലെ തീ കൂടുതൽ ശക്തമായി. ഓരോ നിമിഷവും അവളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടിരുന്നു. വിശപ്പ് അവളുടെ കാഴ്ചയെ മറച്ചു തുടങ്ങി. തലയ്ക്ക് ചുറ്റും ലോകം കറങ്ങുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. എങ്കിലും എവിടെ നിന്നോ കിട്ടിയ ഒരു നേരിയ ആഗ്രഹം അവളെ വീണ്ടും എഴുന്നേൽപ്പിച്ചു നിർത്തി. ആകാശത്തെ കറുത്ത മേഘങ്ങൾ കൂടുതൽ താഴേക്ക് ഇറങ്ങി വന്നതുപോലെ തോന്നി. മഴ പെയ്യാൻ തുടങ്ങുന്നു. തണുപ്പ് അസ്ഥികളിലേക്ക് അരിച്ചു കയറുന്നു. ഗൗരി തന്റെ കീറിപ്പറഞ്ഞ സാരിയുടെ തുമ്പുകൊണ്ട് സ്വയം ഒന്ന് പൊതിയാൻ ശ്രമിച്ചു. ആ ഇരുളടഞ്ഞ സന്ധിയിൽ ജനക്കൂട്ടത്തിനിടയിൽ തനിച്ച് അവൾ വിധിയെ പഴിച്ചു. എങ്കിലും നാളെ പുലരുമ്പോൾ ഒരു കഷ്ണം റൊട്ടി ലഭിക്കുമെന്ന നേരിയ പ്രതീക്ഷ മാത്രം ആ തണുത്ത കാറ്റിൽ ഒരു മെഴുകുതിരി വെട്ടം പോലെ അവളുടെ ഉള്ളിൽ അവശേഷിച്ചു. ആ തെരുവിൽ പെയ്യാൻ തുടങ്ങുന്ന മഴത്തുള്ളികൾ അവളുടെ കണ്ണീരോട് ചേർന്ന് ഒഴുകാൻ തുടങ്ങി. മഴ ചാറാൻ തുടങ്ങിയ ആ ഇരുളടഞ്ഞ തെരുവോരത്ത് മരണത്തെയും ജീവിതത്തെയും വേർതിരിക്കുന്ന നേർത്ത നൂൽപാലത്തിലായിരുന്നു ഗൗരി നിന്നിരുന്നത്. അപ്പോഴാണ് കാഴ്ചകളെ അമ്പരിപ്പിച്ചുകൊണ്ട് നഗരത്തിന്റെ ഇരുട്ടിനെ കീറി മുറിക്കുന്ന ഹെഡ്ലൈറ്റുകളുടെ പ്രകാശവുമായി ഒരു കറുത്ത ആഡംബര കാർ അവൾക്ക് തൊട്ടു മുന്നിൽ വന്നു നിന്നത്. മഴത്തുള്ളികൾ ആ വണ്ടിയുടെ തിളങ്ങുന്ന ബോഡിയിൽ തട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. കാറിന്റെ വാതിൽ സാവധാനം തുറന്നു. അതിൽ നിന്ന് സുന്ദരനും ഗമയുള്ളവനുമായ ഒരു മനുഷ്യൻ പുറത്തിറങ്ങി. വിക്രം സിംഗ്, നഗരത്തിലെ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ അധിപൻ. അയാളുടെ വസ്ത്രധാരണത്തിലെ ഓരോ നൂലിലെയും വില കൂടിയതായിരുന്നു. വിരലിലെ വജ്രമോതിരം തെരുവിളക്കിന്റെ വെളിച്ചത്തിൽ നക്ഷത്രത്തെ പോലെ മിന്നിത്തിളങ്ങി. അയാളുടെ നടപ്പിലും നോട്ടത്തിലും പണത്തിന്റെ അഹങ്കാരവും അധികാരവും നിഴലിച്ചിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെയും തളർന്ന പാദങ്ങളോടെയും ഗൗരി അയാളുടെ അടുത്തേക്ക് നീങ്ങി. അവളുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങുന്നുണ്ടായിരുന്നു. കൈകൾ കൂപ്പി അവൾ യാചിച്ചു, സാർ, ദയവായി ഒരു റൊട്ടി തരുമോ? ദൈവം നിങ്ങളെ സഹായിക്കും. വിക്രം സിംഗ് ഒന്ന് നിന്നു. അയാൾ തന്റെ കണ്ണട താഴേക്ക് നീക്കി ഗൗരിയെ അടിമുടി ഒന്ന് വീക്ഷിച്ചു. ആ നോട്ടത്തിൽ ദയയായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ഗൂഢമായ ചിന്തകളായിരുന്നോ എന്ന് തിരിച്ചറിയാൻ ഗൗരിക്ക് കഴിഞ്ഞില്ല. അവളുടെ ദയനീയ അവസ്ഥ കണ്ട് അയാളുടെ മനസ്സിൽ എന്തോ ഒന്ന് മിന്നിമറിഞ്ഞു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ ശാന്തമായി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, എന്റെ കൂടെ വരൂ, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകാം. വിക്രമിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഗൗരിയുടെ ഉള്ളിൽ ഒരു നിമിഷം ഭയം മിന്നിമറിഞ്ഞു. പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ഈ പാതിരാത്രിയിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യം അവളുടെ ഉള്ളിൽ ഉയർന്നു. എന്നാൽ ആ ഭയത്തേക്കാൾ വലുതായിരുന്നു അവളുടെ വയറ്റിൽ കത്തുന്ന വിശപ്പിന്റെ കഠിനമായ അഗ്നി. തന്റെ കുഞ്ഞിന്റെ വിശപ്പെടുക്കാൻ ഈ വഴിയേ ഉള്ളൂ എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഭയത്തെ വിശപ്പ് കൊണ്ട് കീഴടക്കി അവൾ അയാളുടെ കാറിലേക്ക് കയറി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൾ ഇത്രയും ആഡംബരമുള്ള ഒരു വാഹനത്തിനുള്ളിൽ ഇരിക്കുന്നത്.
എയർ കണ്ടീഷന്റെ തണുപ്പും ആ സീറ്റുകളുടെ മൃദുത്വവും അവൾക്ക് ഒരു വിചിത്രമായ ലോകത്തെന്ന പോലെ അനുഭവപ്പെട്ടു. കാർ അതിവേഗം നഗരം വിട്ട് ഒരു വലിയ കൊട്ടാരത്തിന് സമാനമായ ബംഗ്ലാവിലേക്ക് ചെന്നു നിന്നു. കൂറ്റൻ കവാടങ്ങളും ചുറ്റും നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരും നിരനിരയായി നിൽക്കുന്ന വേലക്കാരും ആ വീടിന്റെ ഐശ്വര്യം വിളിച്ചോതുന്നുണ്ടായിരുന്നു. ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച ഗൗരി വിസ്മയിച്ചു പോയി. അവിടെയുള്ള ഓരോ വസ്തുവും സ്വർണത്തിനേക്കാൾ തിളക്കുന്നുണ്ടായിരുന്നു. വിക്രം സിംഗ് തന്റെ വേലക്കാരോട് ആജ്ഞാപിച്ചു, ഇവൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം നൽകൂ. നിമിഷങ്ങൾക്കുള്ളിൽ ആ വലിയ ഡൈനിങ് ടേബിളിൽ വിഭവസമൃദ്ധമായി വിരുന്നൊരുങ്ങി. ആവി പറക്കുന്ന ചൂടുള്ള റൊട്ടികൾ, വിവിധ ഇനം കറികൾ, നെയ്യിന്റെ ഗന്ധമുള്ള മധുര പലഹാരങ്ങൾ. ഗൗരിയുടെ കണ്ണു നിറഞ്ഞു. ഒരു റൊട്ടി മാത്രം ചോദിച്ച തനിക്ക് ദൈവം ഒരു വിരുന്ന് തന്നെ ഒരുക്കി തന്നിരിക്കുന്നു എന്ന് അവൾ വിശ്വസിച്ചു. കൈകൾ വിറച്ചുകൊണ്ട് അവൾ ആദ്യത്തെ കഷ്ണം വായിലേക്ക് വെച്ചു. ആഹാരത്തിന്റെ ഓരോ തരിയും അവളുടെ ശരീരത്തിലേക്ക് പുതിയ ജീവൻ പകരുന്നത് പോലെ അവൾ അനുഭവിച്ചു. ഓരോ നിമിഷവും അവൾ തന്റെ മനസ്സുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. വിശപ്പടങ്ങിയപ്പോൾ അവളുടെ മനസ്സ് ശാന്തമായി. ലോകം കുറച്ചുകൂടി സുരക്ഷിതമാണെന്ന് അവൾക്ക് തോന്നി. എന്നാൽ ആ സമാധാനം അധിക നേരം നീണ്ടു നിന്നില്ല. ഗൗരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുടൻ വിക്രം സിംഗിന്റെ ഭാവം പെട്ടെന്ന് മാറി. അയാളുടെ മുഖത്തെ സൗമ്യത മറഞ്ഞു. പകരം ഒരു വേട്ടക്കാരന്റെ ക്രൂരമായ ഭാവം അവിടെ തെളിഞ്ഞു വന്നു. അയാൾ അവളെ തന്റെ അടുത്തേക്ക് വിളിച്ചു. ഒരു പ്രത്യേകതരം തണുത്ത ശബ്ദത്തിൽ അയാൾ ചോദിച്ചു, ഗൗരി, ഞാൻ നിനക്ക് വയറ് നിറയെ ഭക്ഷണം തന്നു, നിന്റെ ജീവൻ രക്ഷിച്ചു. ഇപ്പോൾ നിനക്ക് തൃപ്തിയായല്ലോ. ഇനി പറയൂ, ഇതിന് പകരമായി നീ എനിക്ക് എന്തു നൽകും? അയാളുടെ ചോദ്യം ഒരു മിന്നൽ പിണർ പോലെ ഗൗരിയുടെ കാതുകളിൽ പതിച്ചു. അവളുടെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നത് പോലെ തോന്നി. കണ്ണുകളിൽ വീണ്ടും ഭയം നിറഞ്ഞു. സാർ, എന്റെ കയ്യിൽ ഒന്നും തരാനില്ല. ഞാൻ വെറുമൊരു പാവമാണ്, അവൾ വിറയലോടെ പറഞ്ഞു. പക്ഷെ വിക്രം സിംഗ് അത് കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. അയാളുടെ ചിരിയിൽ ഒരു വന്യതയുണ്ടായിരുന്നു. ഒരൊറ്റ റൊട്ടിക്ക് ഇത്ര വലിയ വില നൽകേണ്ടി വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. താൻ കയറിയത് ഒരു കൊട്ടാരത്തിലേക്കല്ല, മറിച്ച് പുറത്തു കടക്കാൻ കഴിയാത്ത ഒരു ചതിക്കുഴിയിലേക്കാണെന്ന് അവൾ വൈകിയാണെങ്കിൽ തിരിച്ചറിഞ്ഞു. പുറത്ത് മഴ ശക്തിയാർജിച്ചു കൊണ്ടിരുന്നു. അകത്ത് ഗൗരിയുടെ ജീവിതം വീണ്ടും ഒരു ഇരുട്ടിലേക്ക് മറയുകയായിരുന്നു. വിക്രം സിംഗിന്റെ ആഡംബര ബംഗ്ലാവിനുള്ളിലെ വായു പെട്ടെന്ന് ഭാരമുള്ളതായി മാറി. ഒരൊറ്റ റൊട്ടിക്കായി കൈനീട്ട് ഗൗരിക്ക് മുന്നിൽ ആ കൊട്ടാരം ഒരു ഇരുമ്പ് കൂടായി മാറുകയായിരുന്നു. വിക്രം സിംഗിന്റെ കണ്ണുകൾ തെളിഞ്ഞ ആ വന്യമായ ഭാവം കണ്ട് അവൾ വിറച്ചുപോയി. അയാൾ അവളെ ബലമായി ഒരു മുറിയിലേക്ക് തള്ളിയിട്ട് പുറത്തുനിന്ന് പൂട്ടാൻ ശ്രമിച്ചു. ഭയം കൊണ്ട് ഗൗരിയുടെ ബോധം മറയുന്നത് പോലെ തോന്നി. അവൾ ആ മുറിയുടെ വാതിൽ ആഞ്ഞു തല്ലി കരഞ്ഞു നിലവിളിച്ചു, സാർ, ദൈവത്തെ ഓർത്ത് എന്നെ വിടൂ. എനിക്ക് തരാൻ ഒന്നുമില്ല. വിശന്നപ്പോൾ ഒരു റൊട്ടി ചോദിച്ചു വന്നതാണ് ഞാൻ. എന്നോട് ഈ ക്രൂരത ചെയ്യരുത്. ഗൗരിയുടെ അപേക്ഷകൾ വിക്രമിന്റെ ചെവിയിൽ പതിച്ചില്ല. പണവും അധികാരവും അയാളുടെ മനുഷ്യത്വത്തെ എന്നോ മറച്ചു പിടിച്ചിരുന്നു. അയാൾ തന്റെ ക്രൂരത തുടരാൻ ഒരുങ്ങുകയാണ്. അപ്രത്യക്ഷമായാണ് അവിടെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടത്. ഹരിറാം, ആ വീട്ടിലെ ഏറ്റവും പ്രായം ചെന്ന ഏറ്റവും വിശ്വസ്തനായ വേലക്കാരൻ. വിക്രം സിംഗിനെ കുട്ടിക്കാലം മുതൽ വളർത്തിയ ഹരിറാമിന് തന്റെ യജമാനന്റെ ഈ അധപതനം കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങളോളം ആ കുടുംബത്തെ സേവിച്ച ഹരിറാമിന് വിക്രമിന്റെ സ്വഭാവത്തിലുണ്ടായ ഈ മാറ്റം ഹൃദയഭേദകമായിരുന്നു. അയാൾ പതുക്കെ എന്നാൽ ഉറച്ച ചുവടുകളോടെ വിക്രമിന് മുന്നിൽ വന്നു നിന്നു. ഹരിറാമിന്റെ കണ്ണുകളിൽ ദേഷ്യത്തെക്കാൾ ഉപരിയായി വലിയൊരു സങ്കടമായിരുന്നു. അയാൾ വിക്രമിന്റെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു, സാർ, ഇത് നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. നമ്മുടെ നാട്ടിൽ അഭയം തേടി വന്ന വിശന്നു വലഞ്ഞ ഒരു പാവപ്പെട്ട സ്ത്രീയോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. ഇത് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിനും ഐശ്വര്യത്തിനും ചേർന്നതല്ല. ഹരിറാമിന്റെ അപ്രതീക്ഷിതമായ ഇടപെടൽ വിക്രമിനെ ചൊടിപ്പിച്ചു. അയാൾ പല്ലുറുമ്മിക്കൊണ്ട് അലറി, ഹരിറാം, നീ വെറും ഒരു വേലക്കാരനാണ്. നിന്റെ ജോലി എന്താണെന്ന് മറക്കരുത്. എന്റെ കാര്യങ്ങൾ ഇടപെടാൻ നിനക്ക് അവകാശമില്ല. നിന്റെ അതിര് കടക്കരുത്. പുറത്തുപോ. പക്ഷെ തന്റെ യജമാന്റെ ക്രോധത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ ഹരിറാം തയ്യാറല്ലായിരുന്നു. അയാളുടെ ഉള്ളിലെ മനുഷ്യത്വം അയാളെ പിന്തിരിയാൻ അനുവദിച്ചില്ല. അയാൾ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു, സാർ, ഈ ജോലി പോയാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല. ബാക്കി ജീവിതം തെരുവിൽ കഴിയേണ്ടി വന്നാലും എനിക്ക് സങ്കടമില്ല. പക്ഷെ എന്റെ കൺമുന്നിൽ വെച്ച് ഒരു നിസ്സഹായ പെണ്ണിനെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. വിക്രം അന്തം വിട്ട് നിൽക്കെ ഹരിറാം ധൈര്യപൂർവ്വം മുറിയുടെ വാതിൽ തുറന്നു. മുറിക്കുള്ളിൽ ഭയന്ന് വിറച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ഗൗരിയെ അയാൾ കൈ പിടിച്ച് പുറത്തിറക്കി. വിക്രമിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം ഹരിറാമിന്റെ ആത്മവിശ്വാസം അയാളെ തളർത്തിക്കളഞ്ഞു. ഹരിറാം ഗൗരിയും കൂട്ടി ആഡംബരത്തിന്റെ ആ ചതിക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ബംഗ്ലാവിന്റെ കൂറ്റൻ കവാടം കടന്ന് പുറത്തെത്തിയപ്പോൾ പെയ്യുന്ന മഴയ്ക്ക് ഒരു പ്രത്യേക കുളിർമയുള്ളതായി ഗൗരിക്ക് തോന്നി. മരണത്തിന്റെ വക്കിൽ നിന്ന് മടങ്ങി വന്നതുപോലെയായിരുന്നു അവൾക്ക് ആ നിമിഷം. ഹരിറാം തന്റെ കീശയിൽ നിന്ന് കുറച്ച് പണം എടുത്ത് അവളുടെ കൈകളിൽ വെച്ചു കൊടുത്തു. ഗൗരിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. ഹരിറാം അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, നീ കരയണ്ട. ഈ ലോകം അത്ര മോശമല്ല. വിക്രം സാറിനെ പോലെയുള്ളവർ ഉണ്ടെങ്കിൽ എന്നെ പോലെയുള്ള പാവങ്ങളും ഇവിടെയുണ്ട്. എല്ലാവരും ക്രൂരന്മാരല്ല. ദൈവമുണ്ട് നിനക്ക് കൂട്ടിന്. നീ ധൈര്യമായിരിക്കൂ. ഗൗരി നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഹരിറാമിന്റെ പാദങ്ങളിൽ വീണു. തന്നെയും തന്റെ അഭിമാനത്തെയും രക്ഷിച്ച ആ മനുഷ്യൻ അവൾ സാക്ഷാൽ ദൈവത്തെ പോലെയാണ് കണ്ടത്. ഹരിറാം അവളെ സുരക്ഷിതമായ ഒരു വഴിയിലേക്ക് തിരിച്ചുവിട്ടു. ആ രാത്രി ഗൗരി നടന്നെത്തിയത് നഗരത്തിലെ ഒരു പഴയ ക്ഷേത്രത്തിന്റെ മുന്നിലായിരുന്നു. ക്ഷേത്രമുറ്റത്തെ ആ തണുത്ത തറയിൽ അവൾ ഇരുന്നു.
അവിടുത്തെ വൃദ്ധനായ പുരോഹിതൻ അവളുടെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് കുറച്ച് പ്രസാദം നൽകി. ആഹാരത്തിന്റെ ആ പുണ്യമായ മണം ശ്വസിച്ചപ്പോൾ ഗൗരിയുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജ്ജം ഉണർന്നു. അന്ന് രാത്രി ആ ക്ഷേത്രത്തിന്റെ തിണ്ണയിൽ കിടക്കുമ്പോൾ അവൾ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഇനി ആരുടെയും മുന്നിൽ കൈനീട്ടില്ല. വിശന്നാലും ദാഹിച്ചാലും ഭിക്ഷാടനത്തിന് പോകില്ല. നാളെ പുലരുമ്പോൾ താൻ പുതിയൊരു മനുഷ്യനാകും. സ്വന്തം അധ്വാനം കൊണ്ട് അന്തസ്സായി ഒരു റൊട്ടി സമ്പാദിച്ച് കഴിക്കും. ആ പ്രതിജ്ഞയോടെ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന് താഴെ ഹരിറാം എന്ന കാവൽ മാലാഖയെ ഓർത്ത് അവൾ കണ്ണുകൾ അടച്ചു. ആ പഴയ ക്ഷേത്രത്തിന്റെ തിണ്ണയിൽ നിന്ന് സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഗൗരിയുടെ മുഖത്ത് പതിച്ചപ്പോൾ അവൾ ഉണർന്നത് ഒരു പുതിയ നിശ്ചയദാർഢ്യത്തോടെയായിരുന്നു. രാത്രിയിലെ തണുപ്പും ഭയവും ആഞ്ഞുപോയിരുന്നു. തന്റെ കീറിപ്പറഞ്ഞ സാരി ഒന്ന് ഒതുക്കി ചുറ്റിക്കൊണ്ട് അവൾ എഴുന്നേറ്റു. ഇന്നലെ വരെ അവൾ ഒരു യാചികയായിരുന്നു. എന്നാൽ ഇന്ന് അവൾ ഒരു പോരാളിയാണ്. വിശപ്പിനേക്കാൾ വലുത് അന്തസ്സോടെയുള്ള ജീവിതമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കയ്യിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം കൊണ്ട് മുഖം കഴുകി ക്ഷേത്രത്തിലെ ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ച ശേഷം അവൾ നഗരത്തിന്റെ തിരക്കിലേക്ക് നടന്നു. ഇത്തവണ അവളുടെ കൈകൾ നീണ്ടത് ഭിക്ഷയ്ക്കായല്ല, മറിച്ച് അധ്വാനിക്കുള്ള അവസരത്തിനായിരുന്നു. ഓരോ കടയുടെ മുന്നിൽ അവൾ വിനീതിയായി ചെന്ന് നിന്നു. എന്തെങ്കിലും ജോലി തരാമോ? പാത്രം കഴുകാനോ കട തൂത്തുവാരാനോ ഞാൻ തയ്യാറാണ് എന്ന് അവൾ ചോദിച്ചു കൊണ്ടിരുന്നു. എന്നാൽ മിക്കയിടങ്ങളിലും അവൾക്ക് ലഭിച്ചത് അവഗണന മാത്രമായിരുന്നു. അവളുടെ വേഷം കണ്ട് പലവരും അവളെ ആട്ടി ഓടിച്ചു. ഇവിടെ ഭിക്ഷക്കാർക്ക് സ്ഥാനമില്ല എന്ന് ആക്രോശിച്ചവരോട് താൻ ഭിക്ഷ ചോദിക്കുകയല്ലെന്ന് പറയാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. കാലുകൾ തളർന്നു തുടങ്ങിയിരുന്നു. എങ്കിലും അവൾ പിന്മാറിയില്ല. ഒടുവിൽ നഗരത്തിന്റെ ഒരു മോരിയിലുള്ള തിരക്ക് കുറഞ്ഞ ഒരു ചെറിയ ചായക്കടയുടെ മുന്നിൽ അവൾ എത്തി. കരി പിടിച്ച ചുവരുകളും പഴക്കമുള്ള മേശകളുള്ള ആ കൊച്ചു കടയുടെ ഉടമസ്ഥൻ വലിയൊരു പാത്രത്തിൽ ചായ ഇളക്കുകയായിരുന്നു. ഗൗരി ധൈര്യം സംഭരിച്ച് അയാളുടെ അരികിലേക്ക് ചെന്നു. വിറയ്ക്കുന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു, സാർ, എനിക്ക് എന്തെങ്കിലും ജോലി തരാമോ? ഇവിടെയുള്ള പാത്രങ്ങൾ കഴുകാനോ മുറ്റം അടിച്ചു വരാനോ ഞാൻ തയ്യാറാണ്. ശമ്പളമായി എനിക്ക് പണമൊന്നും വേണ്ട. എന്റെ വിശപ്പടക്കാൻ കുറച്ച് ആഹാരം മാത്രം നൽകിയാൽ മതി. ആ മനുഷ്യൻ പാത്രം കഴുകുന്ന നിർത്തി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണുകളിലെ സത്യസന്ധതയും നിസ്സഹായാവസ്ഥയും അവളുടെ ഉള്ളിൽ എവിടെയോ ഒരു നൊമ്പരമുണ്ടാക്കി. ലോകം ക്രൂരമാണെങ്കിലും ചിലയിടങ്ങളിൽ ഇന്നും ദയ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഒന്ന് മൂളിയിട്ട് പറഞ്ഞു, ശരി, അവിടെ ഇരിക്കുന്ന പാത്രങ്ങൾ കഴുകി തുടങ്ങിക്കോ. കൂലിയായി നിനക്ക് ആഹാരവും ചായയും തരാം. ഗൗരിയുടെ മുഖത്ത് ദിവസങ്ങൾക്ക് ശേഷം ഒരു പുഞ്ചിരി വിരിഞ്ഞു. അന്ന് മുതൽ ഗൗരി ചായക്കടയിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ തുടങ്ങി. പുലർച്ചെ മുതൽ രാത്രി വൈകുന്നതുവരെ അവൾ വിശ്രമമില്ലാതെ പണിയെടുത്തു. പാത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നതുവരെ അവൾ തേച്ചു കഴുകി. കടയുടെ ഓരോ മൂലയും വൃത്തിയാക്കി. ഗൗരിയുടെ വരവോടെ കടയ്ക്ക് ഒരു പ്രത്യേക വൃത്തിയും വെടുപ്പും വന്നു. കടയുടമയ്ക്ക് അവൾ വലിയൊരു ആശ്വാസമായി മാറി. അധ്വാനിച്ച് കിട്ടുന്ന ആ ഒരു കഷ്ണം റൊട്ടിക്കും ചായക്കും അമൃതിനേക്കാൾ രുചിയുള്ളതായി അവൾക്ക് തോന്നി. ഓരോ ദിവസവും അവൾ തന്റെ പഴയ തകർന്ന ജീവിതം പതുക്കെ പതുക്കെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചു. തനിക്കിനി ആരെയും പേടിക്കാതെ സമാധാനമായി ഉറങ്ങാമെന്ന് അവൾ വിശ്വസിച്ചു. എന്നാൽ വിധി അവളുടെ ജീവിതത്തിൽ വീണ്ടും കരിനീരിൽ വീഴ്ത്താൻ ഒരുങ്ങുകയായിരുന്നു. ഒരു വൈകുന്നേരം ആ ചായക്കടയ്ക്ക് മുന്നിൽ വില കൂടിയ ഒരു വണ്ടി വന്നു നിന്നു. അതിൽ നിന്ന് രാകേഷ് എന്ന ഒരാൾ ഇറങ്ങി. വിക്രം സിംഗിന്റെ അടുത്ത സുഹൃത്തും അതേപോലെ തന്നെ ക്രൂരനായ ഒരാളായിരുന്നു അയാൾ. വിക്രമിന്റെ ബംഗ്ലാവിൽ വെച്ച് ഗൗരിയെ കണ്ടിട്ടുള്ള രാകേഷ് അവളെ അവിടെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അവളുടെ നിസ്സഹായാവസ്ഥയും മാറ്റവും കണ്ടപ്പോൾ അയാളുടെ ഉള്ളിലെ ദുഷ്ടചിന്തകൾ ഉണർന്നു. അയാൾ ഒരു കുടില തന്ത്രം മെനഞ്ഞു. ഗൗരിയെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ അയാൾ തീരുമാനിച്ചു. രാകേഷ് ചായക്കടയുടെ ഉടമസ്ഥനെ അടുത്തേക്ക് വിളിപ്പിച്ചു. ഒരു കെട്ട് നോട്ടുകൾ അയാളുടെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഈ സ്ത്രീ ഇവിടെ പാത്രം കഴുകി സമയം കളയേണ്ടവളല്ല. എന്റെ വലിയ വീട്ടിൽ ധാരാളം ജോലിക്കാരുണ്ട്. അവിടെ ഇവൾക്ക് നല്ല ജോലി നൽകാം. ഇവളെ എന്റെ കൂടെ അയക്കൂ. പകരം നിനക്ക് ഈ പണം വെക്കാം. പണം കണ്ടപ്പോൾ കടയുടമയുടെ കണ്ണ് മഞ്ഞളിച്ചു. അയാൾക്ക് ഗൗരിയോട് ഉണ്ടായിരുന്ന ദയ പണത്തിന് മുന്നിൽ തോറ്റുപോയി. അയാൾ ഗൗരിയെ നിർബന്ധിച്ച് രാകേഷിനൊപ്പം അയച്ചു. ഗൗരിക്ക് എന്തോ പന്തികേട് തോന്നി. രാകേഷിന്റെ നോട്ടം അവൾക്ക് ഭയം നൽകി. എങ്കിലും എതിർക്കാൻ കഴിയാതെ അവൾക്ക് അയാളുടെ വണ്ടിയിൽ കയറേണ്ടി വന്നു. കാർ അതിവേഗം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ഒഴിഞ്ഞു മാറിപ്പോയി. തെരുവ് വിളക്കുകൾ കുറഞ്ഞു വന്നു. വിപുലമായി നഗരത്തിന് പുറത്തുള്ള വിജനമായ ഒരു കാട്ടുപ്രദേശത്തെ പാതയിലൂടെയായിരുന്നു യാത്ര. ഗൗരിയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. സാർ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കൊട്ടാരത്തിലേക്കുള്ള വഴിയില്ലല്ലോ ഇത് എന്ന് അവൾ ഭയത്തോട് ചോദിച്ചു. രാകേഷ് മറുപടി നൽകിയില്ല. പകരം അയാളുടെ മുഖത്ത് ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. ഒടുവിൽ കാർ വിജനമായ ഒരിടത്തെ ഒരു ചെറിയ കെട്ടിടത്തിന് മുന്നിൽ ചെന്ന് നിന്നു. താൻ വീണ്ടും ഒരു വലിയ ചതിക്കുഴിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് ഗൗരി തിരിച്ചറിഞ്ഞു. രക്ഷപ്പെടാൻ വഴികളില്ലാത്ത, ആളനക്കമില്ലാത്ത ആ ഇരുട്ടിൽ അവൾ ഭയന്ന് വിറച്ചു. തന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടം വീണ്ടും ഒരു പരീക്ഷണ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് അവൾ ഞെട്ടലോടെ മനസ്സിലാക്കി. നഗരത്തിന് പുറത്തുള്ള ആ വിജനമായ സ്ഥലത്ത് ഭയം ഗൗരിയുടെ ശ്വാസത്തെ പോലും തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നു. രാകേഷിന്റെ കണ്ണുകളിലെ വന്യത കണ്ടപ്പോൾ തന്നെ താൻ ഒരു വലിയ കെണിയിലാണ് അകപ്പെട്ടതെന്ന് അവൾ ഉറപ്പിച്ചു. അയാൾ അവളോട് മോശമായി പെരുമാറാൻ തുനിഞ്ഞപ്പോൾ സർവ്വശക്തിയും സംഭരിച്ച് അവൾ അയാളെ തള്ളിമാറ്റി. ഇരുട്ടിൽ ദിക്കറിയാതെ അവൾ ജീവന് വേണ്ടി ഓടി. മുള്ളുകൾ അവളുടെ സാരിയിൽ കൊളുത്തി വലിച്ചു. കല്ലുകൾ തട്ടി പാദങ്ങൾ മുറിഞ്ഞു. എങ്കിലും പിന്തിരിഞ്ഞു നോക്കാതെ അവൾ പാഞ്ഞു. പക്ഷെ കരുത്തനായി രാകേഷ് അധികം വൈകാതെ അവളെ പിടികൂടി. എവിടെ പോകാനാണ് നീ ശ്രമിക്കുന്നത് എന്ന അയാളുടെ അട്ടഹാസം ആ വിജനതയിൽ ഭീകരമായി മുഴങ്ങി.
നിസ്സഹായായി നിലവിളിച്ച ഗൗരിയുടെ മുന്നിൽ അതാ അത്ഭുതം പോലെ വീണ്ടും ഹരിറാം പ്രത്യക്ഷപ്പെട്ടു. വിക്രം സിംഗിന്റെ ബംഗ്ലാവിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ഗൗരിയുടെ സുരക്ഷയെക്കുറിച്ച് ആകുലനായ ഹരിറാം അവളെ അന്വേഷിച്ചു നടക്കുകയായിരുന്നു. ചായക്കടിയിലെ തിരിച്ചിലിനൊടുവിൽ അവൾ രാകേഷിനൊപ്പം പോയ വിവരം അറിഞ്ഞ അയാൾ കൃത്യസമയത്ത് അവിടെ എത്തി. ഒരു കാവൽ മാലാഖിയെ പോലെ ഹരിറാം രാകേഷിന് മുന്നിൽ തടസ്സമായി നിന്നു. താൻ പണം നൽകി വാങ്ങിയവളാണ് ഈ സ്ത്രീയെന്നും തന്റെ കാര്യത്തിൽ ഇടപെടരുതെന്നും രാകേഷ് ആക്രോശിച്ചു. എന്നാൽ ഹരിറാം കുലുങ്ങിയില്ല. മനുഷ്യരെ വിലയ്ക്ക് വാങ്ങാൻ താൻ ആരാണ്? ഈ പാവം സ്ത്രീയെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഹരിറാമിന്റെ ശബ്ദത്തിൽ ഇടിമുഴക്കത്തിന്റെ കരുത്തുണ്ടായിരുന്നു. രാകേഷും ഹരിറാമും തമ്മിൽ കടുത്ത വാക്കുതർക്കമുണ്ടായി. രാകേഷ് അയാളെ ആക്രമിക്കാൻ തുനിഞ്ഞെങ്കിലും പ്രായത്തെ വെല്ലുന്ന കരുത്തോടെ ഹരിറാം അയാളെ നേരിട്ടു. താൻ ചെയ്യുന്ന പാപത്തിന്റെ ഗൗരവം ഹരിറാം ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ രാകേഷിന് പിന്മാറേണ്ടി വന്നു. അങ്ങനെ ഒരിക്കൽ കൂടി മരണത്തിന്റെ വക്കിൽ നിന്ന് ഹരിറാം ഗൗരിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഹരിറാം അവളെയും കൂട്ടി അവിടുന്ന് രക്ഷപ്പെട്ടു. ഭയന്ന് വിറച്ച ഗൗരിക്ക് അയാൾ ആശ്വാസം പകർന്നു. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ ഒരിടത്തുള്ള ഒരു വലിയ കെട്ടിടത്തിന്റെ മുന്നിലാണ് അവൾ ചെന്ന് നിന്നത്. നാരി സേവാ സദൻ എന്നായിരുന്നു ആ സ്ഥാപനത്തിന്റെ പേര്. വിധിയുടെ ക്രൂരതകൾക്കും സമൂഹത്തിന്റെ അവഗണനകൾക്കും ഇരയായ സ്ത്രീകൾക്ക് അഭയം നൽകുന്ന ഒരിടമായിരുന്നു അത്. അവിടുത്തെ ചുമതലയുള്ള സാവിത്രി ദേവി എന്ന സ്ത്രീ ദയയുടെ ആൾരൂപമായിരുന്നു. ഹരിറാം ഗൗരി അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓരോന്നായി അവരോട് വിശദീകരിച്ചു. ഗൗരിയുടെ കണ്ണുനീരും തളർച്ചയും കണ്ട സാവിത്രി ദേവി അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. കരയേണ്ട മോളെ, നീ ഇപ്പോൾ നിന്റെ വീട്ടിലാണ്. ഇനി നീ ഇവിടെ സുരക്ഷിതയാണ്. നിനക്ക് ആവശ്യമുള്ള ഭക്ഷണവും വസ്ത്രവും സംരക്ഷണവും ഇവിടെ ലഭിക്കും. നിന്നെ ആരും ഇനി ഉപദ്രവിക്കില്ല. അവരുടെ വാക്കുകൾ ഗൗരിയുടെ ഉള്ളിലെ മുറിവുകളിൽ മരുന്നായി പതിച്ചു. അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും ഗൗരിക്ക് പിന്തുണയുമായി അരികിലെത്തി. അവരിൽ ഓരോരുത്തർക്കും പറയാൻ സമാനമായ സങ്കട കഥകൾ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മ ഗൗരിക്ക് വലിയൊരു ധൈര്യം പകർന്നു. അവിടെ ഗൗരിക്ക് പുതിയൊരു ജീവിതം ലഭിച്ചു. വെറുതെ ഇരിക്കാനല്ല, മറിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ സാവിത്രി ദേവി അവളെ പ്രേരിപ്പിച്ചു. അവിടെയുള്ള തുന്നൽ കേന്ദ്രത്തിൽ ഗൗരി തുന്നൽ ജോലി പഠിക്കാൻ തുടങ്ങി. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനകൾക്ക് ശേഷം അവൾ ആവേശത്തോടെ ജോലിയിൽ മുഴുകി. പതുക്കെ പതുക്കെ അവളുടെ വിറയ്ക്കുന്ന കൈകൾക്ക് ഉറപ്പും മനസ്സിന് ആത്മവിശ്വാസം കൈവന്നു. താൻ തുന്നിയ വസ്ത്രങ്ങൾ മറ്റുള്ളവർ അണിയുന്നത് കണ്ടപ്പോൾ അവൾക്ക് വലിയ സംതൃപ്തി തോന്നി. പതുക്കെ അവൾ അവിടെയുള്ള മറ്റു സ്ത്രീകളെ സഹായിക്കാനും അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരാനും തുടങ്ങി. ഹരിറാം ഇടയ്ക്കിടെ അവിടെ വരുമായിരുന്നു. തന്റെ സ്വന്തം മകളെ പോലെയാണ് അയാൾ ഗൗരിയെ കണ്ടിരുന്നത്. അവളുടെ പുരോഗതിയിൽ അയാൾ ഏറെ സന്തോഷിച്ചു. തന്റെ ജീവൻ 2 തവണ രക്ഷിച്ച ആ മനുഷ്യനോട് ഗൗരിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത നന്ദിയുണ്ടായിരുന്നു. അവൾക്ക് കിട്ടുന്ന ചെറിയ സമ്പാദ്യങ്ങൾ അവൾ കരുതി വെച്ചു. ഒരു കാലത്ത് ഭിക്ഷാടനത്തിലൂടെ ഒരു റൊട്ടിക്ക് വേണ്ടി കരഞ്ഞ ഗൗരി ഇന്ന് തന്റെ അധ്വാനം കൊണ്ട് മറ്റുള്ളവർക്ക് അന്നം നൽകാൻ പ്രാപ്തിയായിരിക്കുന്നു. ഇനി ഒരിക്കലും ആരോടും കൈനീട്ടില്ലെന്നും അന്തസ്സോടെ മാത്രമേ ജീവിക്കൂ എന്നും അവൾ ഉറപ്പിച്ചു. ഭയം അവളുടെ മനസ്സിൽ നിന്ന് പടിയിറങ്ങിപ്പോയി. പകരം പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും പുതിയൊരു വെളിച്ചം അവിടെ ഉദിച്ചു. സാവിത്രി ദേവിയുടെ കീഴിൽ അവൾ ഒരു പുതിയ മനുഷ്യനായി മാറി. എന്നാൽ ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന അവളുടെ ജീവിതത്തിലേക്ക് വലിയൊരു കൊടുങ്കാറ്റ് വരാനിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഭൂതകാലത്തെ മറഞ്ഞുകിടന്ന ആ വലിയ രഹസ്യം പുറത്തു വരുന്നതോടെ ഗൗരിയുടെ ലോകം വീണ്ടും മാറിമറിയാൻ പോവുകയായിരുന്നു. വിക്രം സിംഗിന്റെ ആഡംബര ബംഗ്ലാവ് ഇപ്പോൾ ഒരു ശ്മശാനത്തിന് സമാനമായി മാറിയിരുന്നു. വലിയ മുറികളിലെ വില കൂടിയ ചുവർ ചിത്രങ്ങളും സ്വർണ്ണ നിറമുള്ള അലങ്കാരങ്ങളും അയാളെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. ഹരിറാം ആ പടിയിറങ്ങിപ്പോയതോടെ ആ വീട്ടിലെ ജീവനുള്ള ഒരേ ഒരു സ്പന്ദനവും നിലച്ചിരുന്നു. താൻ സമ്പാദിച്ചു കൂട്ടിയ കോടികൾക്ക് തനിക്ക് സമാധാനം നൽകാൻ കഴിയില്ലെന്ന് വിക്രം വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു. ഓരോ രാത്രിയും അയാൾക്ക് ഉറക്കമില്ലാത്തായി മാറി. കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഗൗരിയുടെ ഭയന്ന കണ്ണുകളും ഹരിറാമിന്റെ ശാസിക്കുന്ന മുഖവും അയാളുടെ ഉറക്കം കെടുത്തി. താൻ ചെയ്ത തെറ്റുകൾ ഒരു തീനാളമായി ഉള്ളിൽ പടരുകയായിരുന്നു. ഒരു രാത്രിയിൽ കനത്ത നിശബ്ദതയിൽ തളർന്നിരുന്ന വിക്രം തന്റെ പഴയ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിയിലേക്ക് വെറുതെ കയറി. അവിടെ പൊടി പിടിച്ച് കിടന്നിരുന്ന ഒരു പഴയ ട്രങ്ക് പെട്ടി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വർഷങ്ങളായി ആരും തുറക്കാത്ത ഒന്നായിരുന്നു അത്. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ അത് തുറന്നു. അതിനുള്ളിലെ പഴയ കടലാസുകൾക്കും വസ്ത്രങ്ങൾക്കും ഇടയിൽ നിന്ന് പൊടി പിടിച്ച ഒരു ഫയൽ അയാൾ വലിച്ചെടുത്തു. ആ ഫയൽ തുറന്നതും വിക്രമിന്റെ ശ്വാസം നിലച്ചുപോയി. അതിനുള്ളിൽ മഞ്ഞ നിറം പടർന്ന ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പണത്തിനും പ്രതാപത്തിനും പിന്നിലെ ഭ്രാന്തമായി പായുന്നതിനിടയിൽ താൻ ഉപേക്ഷിച്ചു പോയ തന്റെ കുടുംബത്തിന്റെ ചിത്രമായിരുന്നു അത്. ചിത്രത്തിൽ വിക്രമിന്റെ ഭാര്യ തന്റെ പിഞ്ചു മക്കളെ ചേർത്ത് പിടിച്ചു ചിരിക്കുന്നു. വിക്രം ആ കൊച്ചു പെൺകുട്ടിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അയാളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. ആ മുഖത്തെ ഓരോ അടയാളവും ആ നോട്ടവും എല്ലാം അയാൾക്ക് പരിചിതമായിരുന്നു. താൻ ഒരു നേരം ഭക്ഷണത്തിനായി യാചിച്ചു വന്നപ്പോൾ അപമാനിക്കാൻ ശ്രമിച്ച തന്റെ ബംഗ്ലാവിൽ പൂട്ടിയിടാൻ നോക്കിയ ആ ഗൗരി തന്റെ സ്വന്തം മകളാണെന്ന് അയാൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ദൈവമേ, ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? എന്റെ സ്വന്തം മകളെയാണോ ഞാൻ തെരുവിലേക്ക് തള്ളിയത്? വിക്രമിന്റെ ഉള്ളിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. അയാൾ ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് അലറിക്കരഞ്ഞു. അഹങ്കാരത്തിന്റെയും പണക്കൊഴുപ്പിന്റെയും ആ വലിയ മതിലുകൾ തകർന്നു വീഴുകയായിരുന്നു. വർഷങ്ങളായി താൻ അന്വേഷിച്ചിരുന്ന സമാധാനം തന്റെ കൺമുന്നിൽ വന്നിട്ടും താൻ അതിനെ തിരിച്ചറിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവളെ വീണ്ടും മുറിവേൽപ്പിക്കുകയാണ് ചെയ്തത്. പശ്ചാത്താപം അയാളുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പോലെ പൊങ്ങിഞ്ഞു. ആ നിമിഷം വിക്രം ഒരു പുതിയ മനുഷ്യനായി മാറുകയായിരുന്നു.
നേരം വെളുത്തതും വിക്രം ഗൗരിയെ അന്വേഷിച്ചിറങ്ങി. അയാൾ ആദ്യം ചെന്നത് ഹരിറാമിന്റെ അടുത്തേക്കായിരുന്നു. ആ പഴയ വേലക്കാരന്റെ മുന്നിൽ ആ കോടീശ്വരൻ മുട്ടുകുത്തി വീണു. ഹരിറാമിന്റെ കാലുകൾ പിടിച്ച് അയാൾ മാപ്പിരുന്നു. ഹരിറാം, എന്നോട് ക്ഷമിക്ക്. ഞാൻ ഒരു വലിയ പാപിയാണ്. ഞാൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്റെ സ്വന്തം മകളെയാണ്. അവൾ എവിടെയാണെന്ന് പറഞ്ഞു തരൂ. വിക്രമിന്റെ വിലാപം കണ്ട് ഹരിറാം ആദ്യം സംശയിച്ചെങ്കിലും അയാളുടെ കണ്ണുകളിലെ ആത്മാർത്ഥമായ സങ്കടം കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. ഹരിറാം ഗൗരി കഴിയുന്ന നാരി സേവാ സദൻ എന്ന അഗതി മന്ദിരത്തിന്റെ വിവരം വിക്രമിന് നൽകി. വിക്രം താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിനയത്തോടെ ആ അഗതി മന്ദിരത്തിന്റെ പടിവാതിക്കൽ ചെന്ന് നിന്നു. അവിടെ തുന്നൽ മെഷീനുകളുടെ ശബ്ദത്തിനൊപ്പം സ്ത്രീകളുടെ സംസാരം കേൾക്കാമായിരുന്നു. ഗൗരി അവിടെ മറ്റുള്ളവരോടൊപ്പം ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് പഴയ ഭയമില്ലായിരുന്നു, പകരം കഠിനാധ്വാനത്തിന്റെ ഒരു തെളിച്ചമുണ്ടായിരുന്നു. പെട്ടെന്ന് മുന്നിൽ വിക്രമിനെ കണ്ടതും ഗൗരിയുടെ കൈകൾ വിറച്ചു. അവൾ പേടിയോടെ എഴുന്നേറ്റ് നിന്നു. പഴയ ആ ക്രൂരനായ മനുഷ്യൻ തന്നെ ഉപദ്രവിക്കാൻ വീണ്ടും വന്നതാണോ എന്ന് അവൾ ഭയപ്പെട്ടു. എന്നാൽ വിക്രം പഴയ വിക്രമായിരുന്നില്ല. ആ കോടീശ്വരൻ തന്റെ സർവ്വപ്രതാപങ്ങൾ മാറ്റിവെച്ച് അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. മോളെ, നിന്റെ അച്ഛനാണ് ഞാൻ. വർഷങ്ങൾക്ക് മുൻപ് വഴിയിൽ ഉപേക്ഷിച്ചു പോയ ആ പാപി. എന്നോട് ക്ഷമിക്കു ഗൗരി. വിക്രമിന്റെ വാക്കുകൾ കേട്ട് ഗൗരി സ്തബ്ധയായി നിന്നു. താൻ ആരെയാണോ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായി കണ്ടത്, അയാൾ തന്റെ അച്ഛനാണെന്ന സത്യം അവളുടെ ലോകത്തെ മാറ്റിമറിച്ചു. ഒരു വശത്ത് അച്ഛനോടുള്ള വെറുപ്പും മറുവശത്ത് അയാളുടെ ഈ മാറ്റം നൽകുന്ന ഞെട്ടലും ഗൗരിയെ ശ്വാസം മുട്ടിച്ചു. സത്യത്തിന്റെ ആ വലിയ വെളിപ്പെടുത്തലിന് മുന്നിൽ ആ മുറിയിൽ തുന്നൽ മെഷീനുകൾ പോലും നിശബ്ദമായതുപോലെ തോന്നി. വിക്രമിന്റെ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെയാണ് ഗൗരിയുടെ കാതുകളിൽ പതിച്ചത്. വർഷങ്ങളായി താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് കണ്ണുനീരിനും കാരണക്കാരനായ ആ മനുഷ്യൻ തന്നെ വേട്ടയാടാൻ ശ്രമിച്ച ആ കോടീശ്വരൻ തന്റെ അച്ഛനാണെന്ന സത്യം അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവളുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ദേഷ്യം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. വിറയ്ക്കുന്ന സ്വരത്തിൽ എന്നാൽ അത്യധികം ദൃഢതയോടെ അവൾ അയാളെ നോക്കി. അച്ഛനോ? നിങ്ങൾ ഏത് അച്ഛനെ കുറിച്ചാണ് ഈ പറയുന്നത്? ഗൗരിയുടെ ചോദ്യം ആ മുറിയിൽ മുഴങ്ങിക്കേട്ടു. വർഷങ്ങൾക്ക് മുൻപ് അമ്മയും എന്നെയും ഒരു തരി ദയ പോലും ഇല്ലാതെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് മരിച്ചു പോയതാണ്. അന്ന് വിശന്നു വലഞ്ഞ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാത്ത നിങ്ങളാണോ ഇന്ന് അച്ഛൻ ചമയാൻ വരുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു നേരത്തെ ആഹാരത്തിനായി നിങ്ങളുടെ മുന്നിൽ ഞാൻ കൈനീട്ടിയപ്പോൾ ഒരു വേട്ടക്കാരനെ പോലെ എന്നെ തടവിലാക്കാൻ ശ്രമിച്ച നിങ്ങളാണോ എന്റെ അച്ഛൻ? ഗൗരിയുടെ ഓരോ വാക്കുകളും വിക്രമിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അയാൾക്ക് മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു. തല താഴ്ത്തി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും ആ കോടീശ്വരന് കഴിഞ്ഞില്ല. വിക്രം തന്റെ പശ്ചാത്താപം പ്രകടിപ്പിക്കാനായി തന്റെ വലിയ സമ്പത്തിനെ കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു. മോളെ, എനിക്കറിയാം ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന്. പക്ഷേ ഇപ്പോൾ എന്റെ കയ്യിൽ കോടികളുണ്ട്. നിനക്ക് രാജകുമാരിയെ പോലെ കഴിയാം. ഈ അഗതി മന്ദിരത്തിലെ ജീവിതം അവസാനിപ്പിച്ച് എന്റെ കൂടെ വരൂ. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകാം. വിക്രമിന്റെ ഈ വാഗ്ദാനം കേട്ടപ്പോൾ ഗൗരിയുടെ മുഖത്ത് പുച്ഛം കലർന്ന ഒരു ചിരി വിരിഞ്ഞു. അവൾ തുന്നിക്കൊണ്ടിരുന്ന വസ്ത്രം മാറ്റിവെച്ച് എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ ഈ അഹങ്കാരം ഇപ്പോഴും മാറിയിട്ടില്ല സാർ. പണം കൊണ്ട് എല്ലാം വാങ്ങാമെന്ന് നിങ്ങൾ കരുതുന്നു. എനിക്ക് നിങ്ങളുടെ കൊട്ടാരമോ സ്വർണമോ വേണ്ട. ഞാൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു നേരത്തെ ആഹാരത്തിന് നിങ്ങളുടെ കോടികളേക്കാൾ മൂല്യമുണ്ട്. എന്റെ അന്തസ്സും ആത്മാഭിമാനം വിറ്റ് നിങ്ങളുടെ കൂടെ വരാൻ എനിക്ക് സൗകര്യമില്ല. ഗൗരിയുടെ വാക്കുകൾ കേട്ട് വിക്രം അഗതി മന്ദിരത്തിൽ നിന്ന് മടങ്ങിയെങ്കിലും അയാൾ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. വാക്കുകൾ കൊണ്ട് മകളെ സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പ്രവൃത്തിയിലൂടെ മാത്രമേ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയൂ എന്ന് അയാൾ ഉറപ്പിച്ചു. അയാൾ തന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ നിന്ന് സാവധാനം പിൻവാങ്ങി. ആഡംബര ജീവിതം ഉപേക്ഷിച്ച് പാവപ്പെട്ടവരെ സഹായിക്കാൻ അയാൾ ഇറങ്ങി തിരിച്ചു. അഗതി മന്ദിരത്തിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും വസ്ത്രങ്ങളും കൃത്യസമയത്ത് എത്തിത്തുടങ്ങി. എന്നാൽ അത് അയക്കുന്നത് വിക്രം സിംഗ് ആണെന്ന് അയാൾ എവിടെയും വെളിപ്പെടുത്തിയില്ല. അജ്ഞാതനായ ഒരു പുണ്യവാൻ അയക്കുന്ന സഹായങ്ങൾ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് വലിയ ആശ്വാസമായി മാറി. ഗൗരി ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വൈകാതെ തന്നെ ഇതിന് പിന്നിൽ തന്റെ അച്ഛനാണെന്ന് അവൾ മനസ്സിലാക്കി. എങ്കിലും അവൾ അയാളോട് സംസാരിക്കാനോ ക്ഷമിക്കാനോ തയ്യാറായില്ല. പക്ഷെ വിക്രമിന്റെ നിരന്തരമായ സേവനങ്ങളും അയാളുടെ ജീവിത രീതിയിൽ വന്ന മാറ്റവും ഗൗരിയുടെ ഉള്ളിലെ കടുത്ത വെറുപ്പിനെ പതുക്കെ മാറ്റാൻ തുടങ്ങി. പണമല്ല, സ്നേഹവും സേവനവുമാണ് ഒരു മനുഷ്യനെ വലുതാക്കുന്നത് എന്ന് വിക്രം തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തു. ഒരു ദിവസം അഗതി മന്ദിരത്തിൽ അപ്രതീക്ഷിതമായി ഒരു പ്രതിസന്ധി ഉണ്ടായി. അവിടുത്തെ അന്തേവാസിയായ ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഗുരുതരമായ ഹൃദയരോഗം ബാധിച്ചു. അവളെ അടിയന്തരമായി നഗരത്തിലെ വലിയ ആശുപത്രിയിൽ എത്തിച്ച് ശസ്ത്രക്രിയ നടത്തണമായിരുന്നു. അതിനായി വലിയൊരു തുക ആവശ്യമായിരുന്നു. സാവിത്രി ദേവി മറ്റുള്ളവരും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന നിമിഷം വിക്രം സിംഗ് അവിടെ ഓടിയെത്തി. അയാൾ ആ പെൺകുട്ടിയുടെ ചികിത്സയുടെ എല്ലാ ചിലവുകളും ഏറ്റെടുത്തു. ആശുപത്രിയിൽ ആ
പെൺകുട്ടിയെ സ്വന്തം മകളെ പോലെ പരിചരിക്കുന്ന വിക്രമിനെയാണ് ഗൗരി കണ്ടത്. വില കൂടിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഒരു സാധാരണക്കാരനെ പോലെ അയാൾ ആ കുട്ടിയുടെ അരികിലിരുന്നു. അവൾക്ക് ഭക്ഷണം നൽകുകയും അവളുടെ കഥകൾ പറയുകയും ചെയ്യുന്ന വിക്രമിനെ കണ്ടപ്പോൾ ഗൗരിയുടെ കണ്ണു നിറഞ്ഞു. പണ്ട് തനിക്ക് ലഭിക്കാതെ പോയ അച്ഛന്റെ സ്നേഹം ആ പെൺകുട്ടിക്ക് നൽകുന്നതിലൂടെ വിക്രം തന്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. വെറുപ്പിന്റെയും വാശിയുടെയും വലിയ മതിലുകൾ ഗൗരിയുടെ ഉള്ളിൽ തകർന്നു വീഴുകയായിരുന്നു. മനുഷ്യത്വം പണത്തേക്കാൾ എത്രയോ മടങ്ങ് വലുതാണെന്ന് തന്റെ അച്ഛൻ തെളിയിച്ചിരിക്കുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ രാത്രി ആശുപത്രിയുടെ വരാന്തയിൽ വെച്ച് അവൾ ആദ്യമായി വിക്രമിനെ ഒരു പുതിയ കണ്ണിലൂടെ നോക്കി. കാലം അതിന്റെ പ്രയാണം തുടർന്നുകൊണ്ടിരുന്നു. നഗരത്തിലെ തിരക്കുകൾക്കും മാറ്റങ്ങൾക്കും ഇടയിൽ ഗൗരിയുടെയും വിക്രമിന്റെയും ജീവിതങ്ങൾ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയായിരുന്നു. പണ്ട് കണ്ണീരും പട്ടിണിയും മാത്രം നിറഞ്ഞ ആ അഗതി മന്ദിരത്തിന്റെ മുറ്റം ഇന്ന് പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും മന്ത്രങ്ങൾ മുഴങ്ങുന്ന ഒരിടമായി മാറിയിരിക്കുന്നു. ഗൗരിയും വിക്രമും ഇപ്പോൾ സ്ഥാപനത്തിന്റെ നട്ടെല്ലായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഗൗരി തന്റെ തുന്നൽ ജോലികളിൽ നിന്ന് മുന്നേറി അവിടെ എത്തുന്ന ഓരോ സ്ത്രീക്കും വഴികാട്ടിയായി മാറി. വിക്രം സിംഗ് ആകട്ടെ തന്റെ പഴയ കോടീശ്വരന്റെ വേഷപ്പകർച്ചകൾ പൂർണ്ണമായി ഉപേക്ഷിച്ചു. വില കൂടിയ കാറുകൾക്കും ആഡംബരങ്ങൾക്കും പകരം അയാൾ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്നതിൽ സന്തോഷം കണ്ടെത്തി. ഗൗരിയുടെ മനസ്സിലെ മുറിവുകൾ പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ലെങ്കിലും വിക്രമിനോടുള്ള കടുത്ത വെറുപ്പ് പതുക്കെ അലിഞ്ഞു പോയിരുന്നു. അവൾ അയാളെ ഇന്നും അച്ഛൻ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടില്ല. എങ്കിലും അവരുടെ നോട്ടങ്ങളിലും സംസാരത്തിലും ഒരു പുതിയ ആത്മബന്ധം രൂപപ്പെട്ടിരുന്നു. വാക്കുകളിലൂടെയല്ല, മറിച്ച് പരസ്പരം നൽകുന്ന കരുതലിലൂടെയാണ് ആ ബന്ധം വളർന്നത്. വിക്രം തന്റെ ബാക്കി ജീവിതം മുഴുവൻ പാവപ്പെട്ടവർക്കായി മാറ്റിവെച്ചു. ഓരോ പ്രഭാതത്തിലും ഗൗരിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ താൻ പണ്ട് അവളോട് ചെയ്ത ക്രൂരതകൾ അയാളുടെ ഉള്ളിൽ ഒരു വിങ്ങലായി മാറിയിരുന്നു. വാക്കുകൾ കൊണ്ട് മാപ്പ് ചോദിക്കുന്നതിനേക്കാൾ തന്റെ പ്രവൃത്തിയിലൂടെ ആ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനാണ് അയാൾ ഓരോ നിമിഷവും ശ്രമിച്ചത്. ഈ വലിയ മാറ്റത്തിന് സാക്ഷിയായി ഹരിറാം ഇന്നും അവരുടെ കൂടെ തന്നെയുണ്ട്. തന്റെ യജമാന്റെ ഈ പരിവർത്തനത്തിൽ അയാൾക്ക് വലിയ അഭിമാനമുണ്ട്. പണത്തിന്റെ അഹങ്കാരത്തിൽ അന്ധനായിരുന്ന വിക്രം സിംഗ് ഇന്ന് ഒരു പാവപ്പെട്ടവന്റെ വേദന തിരിച്ചറിയുന്ന മനുഷ്യനായി മാറിയത് ഹരിറാമിന്റെ പ്രാർത്ഥനകളുടെ ഫലമായിരുന്നു. സാവിത്രി ദേവിയുടെ പക്വമായ നേതൃത്വത്തിൽ ആ അഗതി മന്ദിരം ഒരു വലിയ സ്ഥാപനമായി വളർന്നു. തുന്നൽ ജോലി മാത്രമല്ല, അവിടെയുള്ള സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പുതിയ മാർഗങ്ങളും വിദ്യാഭ്യാസവും നൽകുന്ന ഒരു വലിയ കേന്ദ്രമായി അത് മാറി. അഗതി മന്ദിരത്തിന്റെ വളർച്ചയിൽ വിക്രമിന്റെ അനുഭവ സമ്പത്തും ഗൗരിയുടെ നിശ്ചയദാർഢ്യവും വലിയ പങ്കുവഹിച്ചു. അവിടെ എത്തുന്ന ഓരോ സ്ത്രീക്കും ഗൗരി ഒരു വലിയ മാതൃകയാണ്. ഒരു കാലത്ത് ഒരു കഷ്ണം റൊട്ടിക്കായി തെരുവുകളിൽ അലയേണ്ടി വന്നവൾ ഇന്ന് നൂറുകണക്കിന് ആളുകൾക്ക് വിശപ്പടക്കാൻ ആഹാരം നൽകുന്നവളായി മാറിയിരിക്കുന്നു. വിധിയുടെ ക്രൂരമായ പരീക്ഷണങ്ങളെ എങ്ങനെ ആത്മവിശ്വാസം കൊണ്ട് തോൽപ്പിക്കാം എന്ന് അവൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഗൗരിയുടെ കണ്ണുകളിൽ ഇന്ന് പഴയ ഭയമില്ല, പകരം മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന ഒരു തേജസ് ഉണ്ട്. അവളുടെ അധ്വാനം കൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഇന്ന് നഗരത്തിലെ വലിയ വിപണികളിൽ വിറ്റഴിക്കപ്പെടുന്നു. തന്റെ കഷ്ടപ്പാടുകൾ മറ്റാർക്കും ഉണ്ടാകരുതെന്ന വാശിയിലായിരുന്നു അവൾ ഓരോ ചുവടും വെച്ചത്. ഇന്നും ഇടയ്ക്ക് ഗൗരി ആ പഴയ തെരുവിലൂടെ നടന്നു പോകാറുണ്ട്. തന്റെ ജീവിതം മാറി മറിഞ്ഞ ആ ഇരുളടഞ്ഞ ഇടങ്ങൾ അവൾക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ്. പക്ഷെ ഇന്ന് അവൾ പഴയ അഭിക്ഷക്കാരിയല്ല. ആരെങ്കിലും വിശന്ന് വലിഞ്ഞ് അവളുടെ മുന്നിൽ കൈനീട്ടിയാൽ അവൾ അവരെ ആട്ടി ഓടിക്കാറില്ല. പകരം സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ചൂടുള്ള റൊട്ടി നൽകുകയും ചെയ്യാറുണ്ട്. പണം ഒരു മനുഷ്യനെ എങ്ങനെ അന്ധനാക്കാം എന്നും എന്നാൽ ആത്മാർത്ഥമായ പ്രായശ്ചിത്തവും സ്നേഹവും അവനെ എങ്ങനെ വീണ്ടും ഒരു നല്ല മനുഷ്യനാക്കാം എന്നതിനും വലിയ ഉദാഹരണമായിരുന്നു വിക്രമിന്റെ ജീവിതം. ആകാശത്തെ കറുത്ത മേഘങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു. നഗരത്തിന്റെ മുകളിൽ ഇന്ന് തെളിഞ്ഞ നിലാവ് പരന്നിരിക്കുകയാണ്. നാരി സേവാ സദന്റെ മുറ്റത്ത് ഒരുമിച്ചിരുന്ന് ഗൗരിയും വിക്രമും ആകാശത്തേക്ക് നോക്കി. അവർക്കിടയിൽ വലിയ സംഭാഷണങ്ങളില്ലായിരുന്നു. പക്ഷെ ആ നിശബ്ദതയിൽ വലിയൊരു സമാധാനമുണ്ടായിരുന്നു. പണ്ട് തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ പതുക്കെ വിളക്കി ചേർക്കപ്പെടുകയായിരുന്നു. സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും പുതിയൊരു പ്രഭാതം അവിടെ ഉദിച്ചുയർന്നു. വേദനകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ആ പാതയിൽ ഇന്ന് അവർ ഇപ്പോൾ സമാധാനത്തിന്റെ തീരത്ത് എത്തിയിരിക്കുന്നു. മനുഷ്യത്വം എന്ന വികാരം ലോകത്ത് എവിടെയും മരിക്കില്ലെന്നും അത് ശരിയായ സമയത്ത് ശരിയായ മനുഷ്യരിലൂടെ ഉയർത്തെഴുന്നേൽക്കുമെന്നുമുള്ള വലിയ സന്ദേശം നൽകിക്കൊണ്ട് ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.